ഹലോ, ഇന്ന് ഉണ്ടാക്കിയ ഫ്ലോറൽ നോട്ട്ബുക്കിൻ്റെ പേജസ് ഒക്കെ ഒന്ന് സെറ്റാക്കിയാലോ? വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാർജിൻ വരച്ച് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കെയിലിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് മാർജിൻ സെറ്റാക്കുന്നത്. അപ്പോൾ കൂടെ ഒരു കളർ പെന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ പിങ്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് ക്യൂട്ടായിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ എല്ലാ പേജസിലും ആദ്യം മാർജിൻ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്ലോറൽ തീമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോറൽ തീമിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ പേജിലും ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് പെൻസിൽ കൊണ്ട് വരഞ്ഞെടുക്കാം. അതിനുശേഷം ക്രയോണോ കളർ പെൻസിലോ യൂസ് ചെയ്തിട്ട് അതൊന്ന് കളർ ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള കളേഴ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കളർ അധികം ഡാർക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ലൈറ്റ് കളർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോ കൊടുക്കാം, ലൈറ്റ് ഗ്രീന്, ലൈറ്റ് പിങ്ക്, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പെൻസിലൊക്കെ നമ്മൾ ആദ്യം ബോർഡറൊക്കെ കൊടുത്തത് കുറച്ച് ഡാർക്കാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് റബ്ബ് ചെയ്യാം. അതിനുശേഷം ഒരു മാർക്കർ, ഒരു ബ്ലാക്ക് കളർ പെന്നോ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഭയങ്കര പെർഫെക്ഷനിലൊന്നുമല്ല ലൈൻ ഇടുന്നത്, കുറച്ച് ഈസി ആയിട്ട് അങ്ങ് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഓരോ പേജസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പേജസ് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് കണ്ടാലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പേജസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.